എനിക്ക് തന്നെ വിഷമം വന്നിരുന്നു. ഞാൻ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നു ആരെങ്കിലുമൊക്കെ അത് ചെയ്യുമെന്ന്. പക്ഷെ ആരും അത് ചെയ്തില്ല. അതിനെ ആരും എടുത്ത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല. കാളിക്കുട്ടി ആശാട്ടിയെക്കുറിച്ചൊക്കെ മീര വേലായുധനൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ വായിക്കുമ്പോഴാണ് നമുക്ക് കാളിക്കുട്ടി ആശാട്ടിയൊക്കെ മുന്നോട്ട് വെക്കേണ്ട ഒരാളാണ് ശരിക്കും. സഹോദരൻ അയ്യപ്പൻ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന, നമുക്ക് ഒരു യഥാർത്ഥ സ്ത്രീ വിമോചനവാദി എന്ന് പറയാവുന്ന നവോത്ഥാന ശരിക്കും നായകൻ തന്നെയാണ്. നമ്മൾ പറയുമല്ലോ ഫെമിനിസം വിദേശത്ത് നിന്ന് വന്നത് പാശ്ചാത്യമാണെന്നൊക്കെ പറയുമല്ലോ. തെറ്റായിട്ടുള്ള പറച്ചിലാണത്, തെറ്റായ പ്രചരണമാണ്. ഞാനൊരു ഫ്ലർട്ടാണെന്നാണ് വായനക്കാരുടെയൊക്കെ വിചാരം. എന്താ പറയുക, എനിക്ക് മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാറ്റിനെയും വെടിവെച്ച് കൊന്നേനെ എന്നവർ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ സ്ത്രീ ചരിത്രങ്ങൾ, സ്ത്രീ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നതിന് മുൻപ് ഒരു പശ്ചാത്തലമുണ്ട്. 2007-2008 കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പിൽ ഞാനൊരു വർഷത്തെ ഒരു ചെറിയ റിസർച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എഴുത്തുകാർക്ക് ഫെലോഷിപ്പ് കൊടുത്ത് പുസ്തകരചനയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രം എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം. അന്ന് ഇങ്ങനൊരു മാതൃകയില്ല മലയാള സാഹിത്യത്തിൽ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്ത്രീ ചരിത്ര രചന എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഈ വിധത്തിലില്ല. ആന്ധ്രാപ്രദേശിൽ ഡോക്ടർ സുസി താരുവും ലളിതയും ചേർന്ന് വി വർ മേക്കിംഗ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു വലിയ റെഫറൻസ് പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. 97-98 ആ കാലമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു കോൺസെപ്റ്റ് പ്രപ്പോസൽ അക്കാദമി ഇതുപോലെ പുസ്തകരചനയ്ക്ക് ക്ഷണിച്ച സമയത്ത് സബ്മിറ്റ് ചെയ്തത്. അത് കിട്ടുകയും പിന്നെ അതിൽ ഞാൻ എഴുതിയത് എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ ചരിത്ര രചനയുടേതായിട്ടുള്ള വലിയ ഒരു മെത്തഡോളജി അതിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം അന്ന് ഞാൻ PhD ചെയ്തിട്ടില്ല. അതിന് മുമ്പാണ്, വളരെ മുമ്പാണല്ലോ. മാത്രമല്ല സ്ത്രീ ചരിത്ര രചന എന്ന് പറയുന്നത് അങ്ങനെ കേരളത്തിലെ ഒരു മുൻ മാതൃക ഈ തരത്തിലുള്ളൊരു പുസ്തകരചനയ്ക്ക് ഇല്ലാതാനും. അതുകൊണ്ട് മറ്റ് ഭാഷകളിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിട്ടുള്ള പുസ്തകങ്ങൾ ആ സമയമാകുമ്പോഴത്തേക്കും 90s എന്ന് പറയുന്നത് ശരിക്കും വിമൻസ് ഹിസ്റ്ററിയുടെ ഒരു കാലമാണ്. ഫെമിനിസ്റ്റ് ഹിസ്റ്ററി അന്വേഷണത്തിൻ്റെ ഒരു വലിയ ഒരു എക്സ്പ്ലോഷൻ നടന്ന കാലമാണ്. കുറേ പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോകവ്യാപകമായിട്ട് ലിറ്ററേച്ചറിൽ. അത് മാത്രം വായിക്കുകയും ഇവിടുത്തെ നമുക്ക് എങ്ങനെ കിട്ടും, പക്ഷേ ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു, അവരുടെ സംഭാവനകൾ എന്താണ് സ്ത്രീകളുടെ എന്നുള്ളത് കിട്ടാൻ വലിയ സാധ്യതകളൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്തത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫ്രെയിം വർക്ക്, എൻ്റെ ഒരു അനലിറ്റിക്കൽ ഫ്രെയിം വർക്ക്, അതുപോലെ തന്നെ ഒരു സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടുള്ള അനാലിസിസ്, സംഭവങ്ങൾ. പിന്നെ AKG പഠന ഗവേഷണ കേന്ദ്രം കേരളം ഇന്നലെ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു സെമിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന എബ്സ്ട്രാക്ട് പേപ്പേഴ്സിൻ്റെ അങ്ങനത്തെ കുറേ സംഗതികൾ വെച്ചുകൊണ്ട് വളരെ ചെറിയൊരു ബുക്കാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു അസ്ഥികൂടം മാത്രമായിട്ടുള്ളൊരു പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ പുസ്തകത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഒരുപാട് പേരത് വായിക്കുന്നു, ഒരുപാട് സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ അത് പഠിപ്പിക്കാൻ എടുക്കുന്നു. P. ഗോവിന്ദപിള്ള അതിനെക്കുറിച്ച് പിന്നെ റിവ്യൂ ചെയ്യുന്നു. പിന്നെയും കുറേ അക്കാഡമിക് ആയിട്ടുള്ള ആളുകളൊക്കെ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു പുസ്തകം ആദ്യമായിട്ട് വന്നുകൊണ്ടായിരിക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആ അപൂർണമായിട്ടുള്ള ആ പുസ്തകത്തിനെ ഭയങ്കരമായിട്ട് എല്ലാവരും സ്വീകരിക്കുകയും അത് റെഫർ ചെയ്യാനും തുടങ്ങി, പലരും അത് കോട്ട് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ നാണക്കേടായി തുടങ്ങി.
കാരണം ഇത് അങ്ങനെ ഭയങ്കര മെത്തഡോളജി, ഒരു റിസർച്ച് മെത്തഡോളജി കാര്യമായിട്ട് ഞാനതിൽ അപ്ലൈ ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ചെറിയ ഫെലോഷിപ്പിൽ എനിക്ക് യാത്ര ചെയ്തൊന്നും ഡാറ്റയൊന്നും കളക്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും നിസ്സാരമായ തുകയായിരുന്നു അത്. അതിലെനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതില്ലാതെ ടീച്ചറായിരുന്നു അത് നോക്കിയത്. ടീച്ചർ പറഞ്ഞത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന പുസ്തകമാണെന്ന് പറഞ്ഞിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. കേരള സാഹിത്യ അക്കാദമി അത് പബ്ലിഷ് ചെയ്തു 97. 2011 ആ സമയത്ത്, എത്ര വർഷം കഴിഞ്ഞു നോക്കണം, ആ സമയത്താണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ GS ജയശ്രീ എന്നോട് പറയുന്നത്, ഇത് വലുതായി എഴുതാൻ പറ്റുമോ, ഇതിനെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ, സെൻറ്റർ ഫോർ വിമൻ സ്റ്റഡീസ് അത് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി അത് ചെയ്യാം. മാത്രമല്ല എനിക്ക് തന്നെ വിഷമം വന്നിരുന്നു. ഞാൻ ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നു ആരെങ്കിലുമൊക്കെ അത് ചെയ്യുമെന്ന്. പക്ഷെ ആരും അത് ചെയ്തില്ല. അതിനെ ആരും എടുത്ത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല. മാത്രമല്ല നമുക്ക് തോന്നില്ലേ നമ്മളുടെ ഒരു വർക്ക്, അതൊരു അപൂർണമായിട്ടുള്ളൊരു പുസ്തകം ഒരുപാട് പേര് റെഫർ ചെയ്യുമ്പോൾ നമുക്കതിലൊരു സന്തോഷമല്ല തോന്നുക, വിഷമമാണ് തോന്നുക. അയ്യോ ഞാനത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ എൻ്റെ PhD ഒക്കെ കഴിയുന്നു, വേറെ കുറേ കാര്യങ്ങളിൽ അകപ്പെടുന്നു, വെൽ എക്യുപ്ഡ് ആവുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ പുസ്തകത്തിനെ അടിപൊളി പൊളിച്ച് പണിയാണ് ചെയ്തത്, പൊളിച്ചെഴുതാണ് ചെയ്തത്. അതിൽ തന്നെയും ഓരോ അധ്യായവും എടുത്ത് വേണമെങ്കിൽ ഇനിയും റിസർച്ചേഴ്സിന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ എല്ലാം കൂടിയിട്ടാണ് സമഗ്രമായിട്ടാണ്. അതിലില്ലാത്തത് സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള, അതുപോലെ വൈദ്യശാസ്ത്രം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ്. പൊളിറ്റിക്സിലെ സ്ത്രീകൾ, റിനൈസൻസ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ കർഷക പ്രസ്ഥാനത്തിൽ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ, പിന്നെ ഒറ്റയ്ക്ക് സ്ത്രീകൾ നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് ഈ കുറിയടത്ത് താത്രിയെ പോലുള്ളവരുടെ വലിയ കലാപങ്ങൾ, അതുപോലെ അന്തർജന സമാജം, അതൊക്കെ നവോത്ഥാനത്തിൻ്റെ കാലമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പിന്നെ ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ശേഷം സ്ത്രീകൾ എവിടെ പോയി എന്ന് പറയുന്ന ഒരു അന്വേഷണം. പിന്നെ 70s ശേഷം 80s വരുന്ന ആധുനിക ഫെമിനിസ്റ്റ് പ്രസ്ഥാനം, അത് തന്നെയും 80s 90s ഉള്ള അതിൻ്റെ സ്വഭാവ വ്യത്യാസങ്ങൾ. പിന്നെ 2000 ആണ്ടിൽ ആദ്യ ദശകം, അതിൽ വരുന്ന വളരെ എന്താ പറയുക വൈവിധ്യപൂർണമായിട്ടുള്ള ധാരകൾ, ഇതെല്ലാം കൂടിച്ചേർന്ന് അതിൽ തന്നെയും സാഹിത്യം, അതുപോലെ നാടകം, അതുപോലെ സിനിമ, മാധ്യമം, ഇത്രയും ഏരിയകൾ എടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണത്. അത് ഒരു റെഫറൻസ് ബുക്ക് തന്നെയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ബുക്കില്ല. അത് വായിക്കാതെ ഒരാൾക്കും കേരളത്തിലെ സ്ത്രീ ചരിത്രത്തെക്കുറിച്ച് എന്താ പറയുക പറയാതെ, ആ പുസ്തകത്തെക്കുറിച്ച് റെഫർ ചെയ്യാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പോൾ വളരെ സന്തോഷമാണ്. അത് ഞാനൊരു ഉത്തരവാദിത്തം പോലെ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്തത്. അത് ഞാൻ തീർക്കുന്നത്, ആ പുസ്തകം എഴുതി തുടങ്ങിയിട്ട് ഒരു 4.5 വർഷത്തോളം കഠിനമായിട്ടുള്ള അധ്വാനം ആ പുസ്തകം എഴുതി തീർക്കാൻ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നോൺ ഫിക്ഷൻ എഴുതുമ്പോൾ, റിസർച്ച് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ മറ്റ് ഹൃദയം എന്താ പറയുക, മറ്റെഴുത്ത് ലോകം വാശി പിടിക്കും. അത് നിർത്തിയിട്ട് ഇവിടെ വന്നിരുന്ന് കഥ എഴുതുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര യുദ്ധം തുടങ്ങും. അപ്പോൾ എനിക്കത് ഭയങ്കര സമ്മർദ്ദമാണ്. എനിക്ക് കഥ എഴുതാനാണ് ഇഷ്ടം. കഥ എഴുതുമ്പോൾ നമ്മൾ സ്വതന്ത്രമാണ്, നമ്മുടെ മനസ്സ്, ഭാവനയാണത്, നമ്മളാണ് അതിൻ്റെ പരമാധികാരി. പക്ഷേ ഒരു റിസർച്ച് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അതിൽ ഒരു തെറ്റും വരാൻ പാടില്ല. നമുക്ക് ഒരു ഭാവനയ്ക്കും അവിടെ സ്കോപ്പില്ല. എല്ലാം ഫാക്ട്സാണ്. ഒരു ഫാക്ച്വൽ എററും വരാൻ പാടില്ല. ഒരു വർഷം തെറ്റാൻ പാടില്ല. ഒരു പേര് തെറ്റാൻ പാടില്ല. ഒന്ന് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സങ്കടമാണ്, വരാൻ പാടില്ല. അങ്ങനെ എന്നാലും പരിമിതികളും ഉണ്ട് താനും, ഇത്രയും വലിയ വാസ്റ്റായിട്ടുള്ള ഏരിയ എടുത്ത് ചെയ്യുമ്പോൾ. എന്നിട്ട് അതുകൊണ്ട് തന്നെ അത് വലിയ സ്ട്രെയിൻ എടുത്തിട്ടാണ് ആ പുസ്തകം തീർക്കുന്നത്. ജോലിയുടെ ഇടയിൽ കിട്ടുന്ന സമയം മുഴുവനും എടുത്തിട്ടാണ്. അവസാനം അത് പിന്നെ TC ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്.
അതിപ്പം ഒരുപാട് പേര് റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റികളിൽ അതിലെ പല ഭാഗങ്ങൾ കുട്ടികൾക്ക് ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. ഇനിയും അതിൻ്റെ തുടർച്ച എഴുതേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്തം ആരെങ്കിലും ചെയ്യുമോ എന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചെയ്യാൻ സത്യത്തിൽ വയ്യ. കാരണം എനിക്കിനി അടുത്ത നോവലും കൂടെ എഴുതണം. നോവൽ എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയ ജോലിയാണ്. ഇപ്പോൾ ഒരു നോവൽ എഴുതി ഞാൻ 3.5 വർഷം രാവും പകലും എടുത്തിട്ടാണ്. അത്രയും സമയം വേണം. നമ്മുടെ മനസ്സ് സ്വതന്ത്രമായിരിക്കണം. അതുകൊണ്ട് എനിക്കിനി ഇത്തരത്തിലുള്ള പുസ്തകം എഴുതാനല്ല എൻ്റെ പ്രയോറിറ്റി, മറിച്ച് എനിക്ക് ഫിക്ഷൻ എഴുതാനാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ അതാരെങ്കിലും ചെയ്യുമെന്നാണ് എൻ്റെ വിചാരം. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. 2010 ശേഷം ആ പുസ്തകം 2005 വരെയാണ് ഏതാണ്ട് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ അതിന് ശേഷം വന്ന് കുറച്ച് കിസ് ഓഫ് ലവിങ് പോലെയുള്ള കുറച്ച് സമരങ്ങളെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നുണ്ട്. ശബരിമല പിന്നീട് വന്ന് ശബരിമല പ്രശ്നം അതെല്ലാം. പക്ഷേ അതിനുശേഷം എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദശകം, എന്താ പറയുക, 2000-ലെ ഈ 2 ദശകങ്ങളും സംഭവ ബഹുലമാണ്. അത് മാത്രമായിട്ട് എഴുതുകയാണെങ്കിൽ പോലും ഒരു പുസ്തകം എഴുതാനുള്ള വലിയ വലിയ സാധ്യതയുണ്ട്. അതാരെങ്കിലും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പുസ്തകത്തിൽ വന്നിട്ടുള്ള പേരെടുത്ത് പരാമർശിച്ചിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, ഇതുപോലെ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്ന്, കർഷക പ്രസ്ഥാനത്തിൽ നിന്ന്, ദലിത് വിഭാഗത്തിൽ നിന്ന്, ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഉള്ള, അതുപോലെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽ നിന്ന് വന്ന, ഇങ്ങനെ വ്യത്യസ്തമായി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ കർഷക പ്രസ്ഥാനത്തിലെ ആദ്യകാല പിന്നെ മുന്നേറ്റങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഇതുപോലെ പേരറിയപ്പെടാതെ പോയ സ്ത്രീകളാണ്. അവരൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അവരെല്ലാവരും മരിച്ചു പോയവരാണ്. അത് ആ സമരങ്ങളെക്കുറിച്ച് പരാമർശം വന്നപ്പോൾ വിറക് സമരം, അങ്ങനെയുള്ള പിന്നെ പരാമർശങ്ങൾ വന്നിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് നമ്മൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള സാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കുറേ പേരുകൾ, പല റിസർച്ചേഴ്സായിട്ട് അവിടെ എവിടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള പേരുകളെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കണ്ടെടുത്ത് ശേഖരിച്ച് എഴുതുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യാൻ അതിൽ പറ്റിയത്. പക്ഷേ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള നമ്മുടെ ജീവിതകാലത്ത് നടന്ന ഇപ്പം ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള സ്ത്രീകളുടെ സമരങ്ങളുടെ അവരുടെ സാന്നിധ്യം ഈ പുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന്, ദളിത് മേഖലയിൽ നിന്ന്, ആദിവാസി മേഖലയിൽ നിന്നൊക്കെ. അതുപോലെ ഇപ്പോൾ കാളിക്കുട്ടി ആശാട്ടിയെക്കുറിച്ചൊക്കെ മീരാവേല ഇതിനൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ വായിക്കുമ്പോഴാണ് നമുക്ക് കാളിക്കുട്ടി ആശാട്ടിയൊക്കെ മുന്നോട്ട് വെക്കേണ്ട ഒരാളാണ് ശരിക്കും. എത്രയോ ശക്തമായിട്ടുള്ള ആ ജീവിതാവബോധവും ആ എന്താ പറയുക സ്ത്രീ വിമോചന ത്വരയും അസേർട്ട് ചെയ്യുന്നത്, സ്വന്തം ജീവിതത്തിൻ്റെ എന്താ പറയുക ഭാഗതയെ നിർണ്ണയിക്കാൻ തനിക്ക് കഴിയാതെ പോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ ആ ഇൻ്റർവ്യൂവിലുണ്ട്. അതുപോലെ ഇപ്പം മറ്റ് സ്ത്രീകളെക്കുറിച്ച്, ഇപ്പോൾ പാർവതി അയ്യപ്പനെ കുറിച്ചൊക്കെ നമുക്ക് നവോത്ഥാന കാലത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് പേര്. സഹോദരൻ അയ്യപ്പൻ്റെ ഒപ്പം അത്രയും അങ്ങോട്ട് പ്രാധാന്യത്തോടുകൂടി പറയുന്നില്ലെങ്കിലും, അതുപോലെ ചില അന്തർജന സമാജത്തിലേക്ക് നമ്പൂരി സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും, ഇപ്പോൾ വീട്ടിനെ പോലെയോ MRBനെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ചില നമ്പൂരി സ്ത്രീകളുടെയൊക്കെ പേരുണ്ട്. പക്ഷേ അതെല്ലാം ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരുടെ നിഴലുകളായിട്ട് മാത്രമാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെ നമ്മൾക്ക് വേറൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും അവരുടെ യഥാർത്ഥത്തിലുള്ള കോൺട്രിബ്യൂഷൻ കണ്ടെത്താനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 3 പരിഷ്കരണ നാടകങ്ങളുണ്ട്. മറക്കൊടുക്കളിൽ മഹാനരകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഋതുമതി. ഈ 3 നാടകങ്ങളും എടുത്തു വെച്ച് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന ഇവരുടെ സ്ത്രീകളുടെ നാടകം എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇംബാലൻസ് ഉണ്ട്. മറ്റത് 3 ഒരു പുരുഷൻ്റെ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ടും
കനിഷ്ഠന്മാരായിട്ടുള്ള നമ്പൂതിരിമാരുടെ വിവാഹ അവകാശത്തിന് വേണ്ടിയിട്ടും ആണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വിധവാ വിവാഹത്തെക്കുറിച്ചോ മറ്റും സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല. സ്ത്രീയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്ത്രീയുടെ തൊഴിലിന് വേണ്ടിയിട്ടും വരുമാനത്തിന് വേണ്ടിയിട്ടും വിവാഹത്തിന് വേണ്ടിയല്ലാതെ സ്വന്തം ജീവിതത്തിൻ്റെ നിർണയാവകാശം നേടുന്നതിനും വേണ്ടിയിട്ടുള്ള ആശയമാണ് ഈ നാടകം വെക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏതാണ് നവോത്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്? തീർച്ചയായിട്ടും ഈ നാടകങ്ങളല്ല, മറിച്ച് തൊഴിൽ കേന്ദ്രത്തിലേക്ക് ആണ്. അങ്ങനെ നമുക്ക് അത്തരത്തിൽ അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സഹോദരൻ അയ്യപ്പൻ ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന, നമുക്ക് ഒരു യഥാർത്ഥ സ്ത്രീ വിമോചനവാദി എന്ന് പറയാവുന്ന നവോത്ഥാന ശരിക്കും നായകൻ തന്നെയാണ്. അതേസമയം അത് ഒപ്പം നിർത്താവുന്ന വളരെ ബൗദ്ധികമായിട്ടുള്ള നിലപാട് എടുക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പാർവതി അയ്യപ്പൻ. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്താൻ, സമാസമം നിർത്താനായിട്ട് ഒരു സ്ത്രീ ചരിത്ര പുസ്തകത്തിന് സാധിക്കും. മറ്റ് മുഖ്യധാര ചരിത്രകാരന്മാർ ആ ഒരു നീതി കാണിച്ചിട്ടില്ല. ആ അനീതിയാണ് നമ്മൾ സ്ത്രീ ചരിത്ര പുസ്തകത്തിലൂടെ തിരുത്താൻ ശ്രമിക്കുന്നത്. അതല്ല, സ്ത്രീകളുടെ സാന്നിധ്യം എങ്ങനെയാണോ നമ്മുടെ സാമൂഹ്യ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളമാകുന്നതിന് സഹായകരമായിട്ടുള്ളത്, അത് ഒരു പുരുഷ നിർമ്മിത സമൂഹം ആയിട്ട് നിൽക്കാൻ പാടില്ലല്ലോ. സ്ത്രീകളുടെ സംഭാവനകളെ തുല്യമായിട്ട് തന്നെ അംഗീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അംഗീകരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാവും സ്ത്രീകളുടെ സംഭാവന എന്താണ്. ഇത്രയും അധികം സ്ത്രീകളോ പിന്നെ സ്ത്രീ വിരുദ്ധതയോ, നവോത്ഥാന പ്രസ്ഥാനത്തിൽ തന്നെ ഉള്ള സൂക്ഷ്മമായിട്ടുള്ള സ്ത്രീ വിരുദ്ധത നമുക്ക് ഇവരുടെ സ്ത്രീകളുടെ ഇടപെടലിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ത്രീ വിമോചന രാഷ്ട്രീയം നോക്കുമ്പോൾ കാണാൻ പറ്റും. മാത്രമല്ല, ഈ സ്ത്രീ വിമോചന രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളുടെ മാത്രം സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥത്തിലും അല്ല സ്ത്രീകളുടെ മുൻകൈയിൽ നടന്നിട്ടുള്ളത്. അത് ജാതി വിരുദ്ധതയ്ക്കെതിരെ, ജാതീയതയ്ക്കെതിരെ ഈ സ്ത്രീകൾ സത്യാഗ്രഹം നടത്തുന്നുണ്ട്, മിശ്ര വിവാഹം നടത്തുന്നുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്, കർഷക പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് അങ്ങനെയാണ് സ്ത്രീകളുടെ വലിയ വിശാലമായിട്ടുള്ളൊരു തരം സ്വാതന്ത്ര്യ രാഷ്ട്രീയമാണ് നമ്മൾ നവോത്ഥാന കാലത്തും അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ഓരോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തും കണ്ടിട്ടുള്ളത്. വ്യത്യസ്ത ധാരകളായി നിൽക്കുമ്പോൾ പോലും നമുക്കറിയാലോ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഓരോ ജാതിയിലെയും മനുഷ്യരെ നന്നാക്കുക, മനുഷ്യനാക്കുക എന്ന് പറയുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നല്ലോ അത്. അങ്ങനെ പറയുമ്പോൾ പോലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള അധീശത്വ ഹൈറാർക്കി ഉണ്ടല്ലോ. പുരുഷാധിപത്യം, ജാത്യാധിപത്യം, അതുപോലെ തന്നെ ജന്മിത്വം, ഈ തരത്തിലുള്ള എല്ലാ സാമ്രാജ്യത്വം, ഈ തരത്തിലുള്ള എല്ലാ അടിമത്തത്തിനെതിരെയും സ്ത്രീകൾ നിലപാടെടുത്തിട്ടുണ്ട്. അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് ഈ എല്ലാ ധാരകളും ഒന്നിച്ചുള്ളതാണ്. അത് സ്വന്തം ശരീരത്തെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള, സ്വന്തം ശരീരത്തിൻ്റെ നഗ്നതയെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ അവകാശം ഞങ്ങൾക്കാണ്. ഞങ്ങൾ മേൽവസ്ത്രം ധരിക്കണം, ഞങ്ങളുടെ എന്താ പറയുക ബ്രസ്റ്റ് ആര് കാണണം എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുക എന്ന് കേരളത്തിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ചാന്നാർ വിഭാഗത്തിൽ നിന്ന് ഉള്ള സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ലോകമാകെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ പറയുമല്ലോ ഫെമിനിസം വിദേശത്ത് നിന്ന് വന്നത് പാശ്ചാത്യമാണെന്നൊക്കെ പറയുമല്ലോ. തെറ്റായിട്ടുള്ള പറച്ചിലാണത്, തെറ്റായ പ്രചരണമാണത്. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ ഇവിടുത്തെ ചാന്നാർ സ്ത്രീകൾ എന്ത് പാശ്ചാത്യ ഫെമിനിസം കണ്ടിട്ടാണ് ഞങ്ങൾക്ക് മേൽവസ്ത്രം ധരിക്കണം, ഞങ്ങൾക്ക് മേൽവസ്ത്രം ധരിച്ചാൽ മാത്രം പോരാ, മറ്റു ഉയർന്ന ജാതിയിലെ സ്ത്രീകൾ ധരിക്കുന്ന പോലെ അതിൻ്റെ മേലെ മേൽമുണ്ടും കൂടി ഇടണം, ഞങ്ങളെന്തിനാണ് സ്ത്രീകളെ തമ്മിൽ തരംതിരിക്കുന്നത്, അവർ ഞങ്ങളെക്കാളും മുകളിലൊന്നുമല്ല, നായർ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെക്കാളും മുകളിൽ അവർക്ക് വലിയ അവകാശമൊന്നും വേണ്ട, ഞങ്ങൾക്കും അതുപോലെ വേണം, തുല്യതയാണ് വേണ്ടത്, വസ്ത്രധാരണത്തിലൂടെ തുല്യത വേണം എന്ന് പറഞ്ഞ സ്ത്രീകളാണ്
ഏതാണ്ട് ഒരു 60 വർഷങ്ങളോളം ഈ സമരം നീണ്ടു നിന്നിട്ടുണ്ട്. പുരുഷന്മാർ ഇവരുടെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും സ്ത്രീകളാണ് അതിൻ്റെ ഏജൻസി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് സ്ത്രീകൾ തന്നെയാണ് ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിന് അത്രയും വലിയ സ്ത്രീ സമര ചരിത്രത്തിൻ്റെ ഒരു വലിയ ധാരയുണ്ട്. അതിനെ ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പലതരത്തിൽ പല സന്ദർഭങ്ങളിൽ പല മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതുവരെയും എത്തിയിട്ടുണ്ട്. അത് ഇനിയും ഒരുപാട് പഠിക്കാനുള്ള, ഇനിയും രേഖപ്പെടുത്താനുള്ള കുറേ ഏരിയാസ് ഉണ്ട് സത്യത്തിൽ. നമ്മുടെ സ്ത്രീ സമര ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചനാർ കലാപം, വസ്ത്ര സമരവും മേൽമുണ്ട് സമരവും, അതുപോലെ തന്നെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരവും, പിന്നെ നാടക പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിൻ്റെയും അതാണല്ലോ തൊഴിൽ കേന്ദ്രത്തിലേക്ക് സ്ത്രീകൾ നാടകം കളിക്കുക. അപ്പോൾ നിലമ്പൂർ ആയിഷയൊക്കെ നാടകം കളിക്കുന്നത്, മുസ്ലിം സമുദായത്തിൽ നിന്നൊരു സ്ത്രീ വന്ന് നാടകം കളിക്കുക, ഇതൊക്കെ വലിയ വിപ്ലവമായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്ത്രീകൾ സാഹിത്യം എഴുതാൻ തുടങ്ങുന്നുണ്ട്, കവിതകൾ എഴുതാൻ തുടങ്ങുന്നുണ്ട്, വിദ്യാഭ്യാസം കിട്ടിയ സ്ത്രീകൾ, മറ്റ് സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്. അയ്യങ്കാളിയുടെ വലിയ സമരമുണ്ടായിരുന്നല്ലോ. പിന്നെ പുലയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കള മാത്രം വളരും എന്ന് പറഞ്ഞിട്ട് പണിമുടക്ക് സമരം നടത്തിയ സ്ത്രീകളുണ്ട്, ദളിത് സ്ത്രീകളുണ്ട്. അങ്ങനെ എന്ത് സമരവും ജീവിത സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നയിച്ച സ്ത്രീകളുടെ ഒരു വലിയ നിര ഇവിടെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടായപ്പോൾ, ഇപ്പോഴും നമ്മൾ 21ാം നൂറ്റാണ്ടിൽ എത്തിയിട്ട് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇപ്പോഴും കുറവാണ്. ഇതിനു മുമ്പ് ഇപ്പോൾ ദാക്ഷായണി വേലായുധനെ നമ്മളിപ്പോൾ ഈ സമയത്ത് പോലും വേണ്ടത്ര ചർച്ച ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇപ്പം മാത്രമാണ് അത് വനിതാ മതിലൊക്കെ ചെയ്ത സമയത്താണ് കൂടുതലായിട്ടും ഒരു ഹിന്ദുത്വ ഫാഷിസം നമ്മുടെ നെറുകയിൽ വന്ന് ഇരുന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ദാക്ഷായണി വേലായുധനെ പോലെയുള്ള ഭരണഘടന പിന്നെ ശില്പികളിൽ പെട്ട സ്ത്രീകളെ, അല്ലെങ്കിൽ നവോത്ഥാന കാലത്ത് സംഭാവന ചെയ്ത സ്ത്രീകളെയൊക്കെ നമ്മൾ തേടി പിടിച്ചിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതിനു മുമ്പേ തന്നെ നമ്മളതെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളപ്പോഴും ഇപ്പോഴാണത് അംഗീകരിക്കുന്നത് ആ തരത്തിൽ. അത് വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പോൾ പോലും പിന്നീട് നമുക്കറിയാം നിയമസഭാ സാമാജികരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ സംഭാവനകൾ, ഇപ്പോൾ KR ഗൗരിയമ്മയെ പോലെയൊക്കെയുള്ള പിന്നെ എത്രയോ നിയമ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള നിയമസഭാ സാമാജികരായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ ചരിത്ര സംഭാവനകൾ ഇപ്പോഴും വേണ്ടത്ര രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടതും കൂടിയാണ്. അത് ചെയ്യണം. മുഖ്യധാര ചരിത്രകാരന്മാർ അത് ചെയ്യുമെന്ന് എനിക്ക് പക്ഷേ തോന്നുന്നില്ല. കാരണം എപ്പോഴും അവർക്ക് സ്ത്രീകളെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ടും കൂടിയായിരിക്കും. പക്ഷേ ഇത് ഭയങ്കര മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം ലോക്കൽ ലെവലിൽ പ്രാദേശിക ഭരണ സംവിധാനത്തിൽ 33% സംവരണമേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ അത് 50% മേലെയുണ്ട്. വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെന്തുകൊണ്ടാണ് നിയമസഭയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്? ഇപ്പോഴും നിയമസഭയിലൊരു 10-12% അപ്പുറത്തേക്ക് സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇതുവരെ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായി വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അപ്പുറത്തൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കാൾ വളരെ എല്ലാ വികസന സൂചികളിലൊക്കെ വളരെ പുറകോട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങളും, ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും, എവിടെയൊക്കെയാണ്, രാജസ്ഥാനിൽ, ബീഹാറിൽ പോലും, ഉത്തർപ്രദേശിൽ,
തമിഴ്നാട്ടിൽ, ഡൽഹിയിൽ എല്ലായിടത്തും സ്ത്രീകൾ മുഖ്യമന്ത്രിമാരായി വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഇത്രയും പുരോഗമനപരം എന്ന് പറയുന്ന കേരളത്തിൽ ഇന്നേ വരെ ഒരു സ്ത്രീയും മുഖ്യമന്ത്രിയായി വന്നിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്രമാത്രം പുരുഷാധിപത്യപരമാണ് എന്നതിൻ്റെ ഒരു സൂചികയാണ്. എത്രയോ ക്വാളിറ്റേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ത്രീകൾക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് സാധിക്കും. നമുക്ക് കേരളം ശരിയാണ്, ഒരുപാട് കാര്യങ്ങൾ കേരളം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനെ മുഴുവൻ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടണമെങ്കിൽ ഒരുപാട് നമുക്ക് കുറച്ച് വിളവ് കിട്ടിയാൽ പോരല്ലോ, കുറേ വിളവ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ തരത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടി ഉണ്ടായേ പറ്റൂ. അതിപ്പം വിമൻ റിസർവേഷൻ ബില്ല് BJP ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതറിയാം, അതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. 2024 ഇലക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ തന്ത്രം മാത്രമാണത്. അത് ഇപ്പോഴൊന്നും അത് നടപ്പിലാക്കാനും പോകുന്നില്ല. കുറേ കാലം കഴിഞ്ഞിട്ടാണ് നടപ്പിലാക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് എല്ലാ പാർട്ടികൾക്കും, എല്ലാ ജനാധിപത്യ മതേതര പാർട്ടികൾക്ക് എന്ന് ഞാൻ പറയും, കേരളത്തെ സംബന്ധിച്ച് ഈ സംവരണ ബില്ല് വരുന്നവരെ, നിയമം വരുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ജനസംഖ്യയിൽ സ്ത്രീകളാണ് കൂടുതലുള്ളത്. എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? ഭരണാധികാരത്തിൽ സ്ത്രീകൾക്കും കൂടി തുല്യ പ്രാതിനിധ്യം, പങ്കാളിത്തം, അധികാരം പങ്കുവെക്കപ്പെടണം. അത് നീതിയാണ്. ആ നീതി ആണ് യഥാർത്ഥത്തിൽ നമുക്ക് പുരോഗമനത്തിൻ്റെ വലിയ സൂചിക എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കെ സരസ്വതിയമ്മയെക്കുറിച്ച് ഒരു മോണോഗ്രാഫ് ചെയ്യാനായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഏൽപ്പിച്ച സമയത്താണ് കെ സരസ്വതിയമ്മയുടെ മുഴുവൻ പുസ്തകങ്ങളും ഞാൻ അന്വേഷിക്കുന്നത്. അതുവരെയും കെ സരസ്വതിയമ്മ എന്ന് പറയുന്ന എഴുത്തുകാരിയെക്കുറിച്ച് കേരളത്തിൽ അത്രയധികം കേട്ടിട്ടേയില്ല. ഞാൻ വരെയും അന്ന് വരെ കെ സരസ്വതിയമ്മയുടെ എല്ലാ കഥകളും വായിച്ചിട്ടില്ല. കാരണം പുസ്തകങ്ങൾ ലഭ്യമായിരുന്നില്ല. ലൈബ്രറികളിൽ പുസ്തകമില്ല, പുസ്തകശാലകളിൽ കെ സരസ്വതിയമ്മയുടെ കഥകളില്ല, കളക്ഷനില്ല. അവസാനം കേരള സാഹിത്യ അക്കാദമിയിൽ ഞാൻ ചെന്നിരുന്ന് റെഫറൻസ് സെക്ഷനിൽ ചെന്നിരുന്ന് കെ സരസ്വതിയമ്മയുടെ എല്ലാ പുസ്തകങ്ങളും അന്വേഷിച്ചപ്പോൾ ഓരോ കുഞ്ഞു പുസ്തകങ്ങളായിട്ട് കിട്ടി, പഴയ പ്രിൻ്റിലുള്ളത്. ഓരോ പേജ് എടുക്കുമ്പോഴും അതിങ്ങനെ ഒടിഞ്ഞും മടങ്ങി പൊടിഞ്ഞു പോകുന്ന പോലെ, ചുമന്ന നിറത്തിൽ, മഞ്ഞ നിറത്തിൽ, ഭയങ്കര ഇങ്ങനെ പിടിച്ചാൽ ഒടിയുന്ന പോലെ ഇരിക്കുന്ന പുസ്തകങ്ങളാണ് കിട്ടിയത്. അതെല്ലാം വായിക്കുകയാണ് ഞാൻ ചെയ്തത്. പിന്നെ സരസ്വതിയമ്മയുടെ മുമ്പുണ്ടായിരുന്ന വീടിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ ഒപ്പമുണ്ടായിരുന്ന എഴുത്തുകാരുടെ, അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഒക്കെ മനസ്സിലുള്ള അവരുടെ ഓർമ്മകൾ അന്വേഷിച്ചു പോവുകയും അവരെക്കുറിച്ച് പലരും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെടുക്കുകയും അവരുടെ ഡയറി കുറിപ്പുകൾ കണ്ടെടുക്കുകയും സൂക്ഷിച്ചിരുന്ന രാമചന്ദ്രൻ നായർ എന്ന് പറയും, അദ്ദേഹത്തെ കാണുകയും കുറേ ഇൻ്റർവ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് അവരുടെ ജീവിതവും അവരുടെ വർക്കും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണം ഉണ്ടല്ലോ, ഒരു കഥാകാരിയായിട്ടുള്ള ഈ കാലത്തെ കഥാകാരിയായിട്ടുള്ള ഒരു സ്ത്രീയും കഴിഞ്ഞ കാലത്തെ 1940കളിലും 50കളിലുമാണ് സരസ്വതിയമ്മ കഥകൾ എഴുതിയിട്ടുള്ളത്. 50കളുടെ നടുവിൽ വെച്ചിട്ട് നിർത്തി. ആ സമയത്ത് ആ കാലത്തിൻ്റെ ഒരു ചിത്രം അവരുടെ കഥകളിൽ നിന്ന് നമുക്ക് കിട്ടും. 40കളിൽ എന്തായിരുന്നു കേരളത്തിലെ സമൂഹം സ്ത്രീയോട് ചെയ്യുന്നത്, 50കളിലും പ്രധാനമായും 40കളിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് അവർ. സരസ്വതിയമ്മ അതിൽ പറയുന്നുണ്ട്, ഞാൻ ഈ എഴുതുന്നതൊക്കെ ഈ ലോകത്തിന് അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. ഞാനൊരു ഫ്ലർട്ടാണെന്നാണ് വായനക്കാരുടെയൊക്കെ വിചാരം. എന്താ പറയുക, എനിക്ക് മനുഷ്യരെ വെടിവെച്ച് കൊല്ലാൻ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാറ്റിനെയും വെടിവെച്ച് കൊന്നേനെ എന്നവർ പറയുന്നുണ്ട്. എന്നാലും പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രേമഭാജൻ എന്ന പുതിയ പുസ്തകം വരാൻ പോവുകയാണ്, ഞാൻ പ്രതീക്ഷയിലാണ്. ഗുപ്തൻ നായർക്ക് എഴുതുന്ന കത്തുകളിൽ അതൊക്കെ പറയുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ടുള്ള പോരാട്ടമായിരുന്നു. അവർ പറയുന്നുണ്ട്, ഈ ബോധപൂർവം ഒരു സമരം ചെയ്താൽ നമുക്കറിയാം ചിലപ്പോൾ തോറ്റുപോയിന്ന് വരാം, പക്ഷേ എന്നാൽ പോലും പിടിച്ചു നിൽക്കാനുള്ളൊരു
ഒരു ത്രാണി ഉണ്ടാവും. അതിൻ്റെ കോട്ട് ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല. ബോധപൂർവമായ എന്ന് പറയുന്ന പ്രയോഗമാണ് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിച്ചത്. പല എഴുത്തുകാരങ്ങളും വളരെ അബോധപൂർവം സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. പക്ഷേ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എഴുത്തായിരുന്നു സരസ്വതിയമ്മ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവർ പറയുന്ന എന്താ പറയുക, സംഘർഷഭരിതമായിട്ടുള്ള ഒരു ജീവിത സമരം എന്നാണ് സരസ്വതിയമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ജയചന്ദ്രൻ സാറ് ഓർക്കണത്. അവരുടെ TN ജയചന്ദ്രൻ സാറ് ഓർക്കണത് അവർക്കൊക്കെ നേരിട്ടറിയാവുന്നതാണ്. ഇവർ പുരുഷന്മാരില്ലാത്ത ലോകം എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയത് അത് ഭയങ്കര സറ്റയറാണ്, പൊളിറ്റിക്കൽ സറ്റയറാണ്. അതൊരു വിമർശനമാണ്. ഹാസ്യത്തിൻ്റെ അതിഗംഭീരമായ മൂർച്ചയോട് കൂടിയിട്ടാണ് ഇവരിവിടുത്തെ പാട്രിയാർക്കിനെ വിമർശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അനധികാരത്തെ വിമർശിച്ചിട്ടുള്ളത്. കുടുംബങ്ങളിൽ സ്ത്രീയോട് കാണിക്കുന്ന, ദാമ്പത്യത്തിൽ ഭാര്യയോട് കാണിക്കുന്ന, അല്ലെങ്കിൽ പ്രണയത്തിൽ സ്ത്രീയോട് കാണിക്കുന്ന ഈ രക്ഷാകർതൃത്വ ബിംബങ്ങൾ ആയി സ്ത്രീയെ ഇങ്ങനെ ചെറിയ പാവക്കുട്ടികളെപ്പോലെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനെക്കുറിച്ച്, പ്രണയത്തിൽ ചതി കാണിക്കുന്ന പുരുഷനെക്കുറിച്ച് ഒക്കെ സരസ്വതിയമ്മ എഴുതിയിട്ടുള്ളത് വളരെയധികം കോൺഷ്യസ് ആയിട്ടാണ്. അതിന് ശക്തമായിട്ടുള്ള ചടുലമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മൂർച്ചയുള്ളൊരു തരം ഹാസ്യത്തിൻ്റെ ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങളെല്ലാം സ്ത്രീയുടെ വിദ്യാസമ്പന്നകളായിട്ടുള്ള സ്ത്രീകൾ, ഉദ്യോഗസ്ഥകളായിട്ടുള്ള സ്ത്രീകൾ, വരുമാനമുള്ള സ്ത്രീകൾ, ബുദ്ധിമതികളായിട്ടുള്ള സ്ത്രീകൾ, അവരുടെ ഒരു വലിയ സമരം തന്നെ ഇതായിരുന്നു. ബുദ്ധിയുള്ള സ്ത്രീകൾ അവരെയാണ് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. നമുക്കറിയാലോ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെൺബുദ്ധി എന്ന് പറയുന്ന നോവൽ അവർ എഴുതിയിട്ടുണ്ട്. അവരുടെ കഥകളുടെ പല പേരുകളും ഈ പറഞ്ഞതുപോലെ പേരുകൾ തന്നെ പഠനാർഹമാണ്. അതൊക്കെ ഈ ഒരു അനധികാര സാംസ്കാരിക സാഹിത്യ മേഖലയിൽ അതിൻ്റെ ശിരസിലിട്ടുള്ള അടികളായിരുന്നു ശരിക്കും. അതുകൊണ്ട് തന്നെ സരസ്വതിയമ്മ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. സരസ്വതിയമ്മയുടെ ആഗ്രഹം അവരുടെ സമ്പൂർണ്ണ കഥകളുടെ സമാഹാരം ഇറങ്ങിക്കാണണമെന്നായിരുന്നു. മരിക്കണവരെയും അത് സാധിച്ചിട്ടില്ല. ഞാൻ ഈ പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് DC ബുക്സ് സരസ്വതിയമ്മയുടെ കഥകളുടെ സമ്പൂർണ്ണ സമാഹാരം ഇറക്കുന്നത്. KS രവികുമാറാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും സരസ്വതിയമ്മയുടെ കഥകളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, സൗന്ദര്യവും ബുദ്ധിയും ഇത് തമ്മിലുള്ളൊരു വലിയ, സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ സൗന്ദര്യത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഭയങ്കര അനുസരണശീലവും അതുപോലെ തന്നെ വിധേയപ്പെടലും വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുകയും താഴ്ന്ന വിദ്യാഭ്യാസം, പുരുഷൻ ഒരുപടി മുകളിലായിരിക്കണം എല്ലാറ്റിൻ്റെയും, സ്ത്രീ താഴെ ആയിരിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണല്ലോ നമ്മുടെ പുരുഷാധികാരത്തിൻ്റെ ഒരു രീതി. അതിനെ മുഴുവൻ ചോദ്യം ചെയ്യുകയും സ്വാതന്ത്ര്യവാദക്കാരി എന്ന് പറയുന്നൊരു കഥ എഴുതിയിട്ടുണ്ട് സരസ്വതിയമ്മ. ഇങ്ങനെ ഒരുപാട് കഥകളുടെ പേരുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠനാർഹമാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ സാഹിത്യരംഗത്ത് ഒരു വലിയ പോരാട്ടം വളരെ ബോധപൂർവം തുടങ്ങി വെച്ചിട്ടുള്ള എഴുത്തുകാരി KS സരസ്വതിയമ്മയാണ്. ലളിതാംബിക അന്തർജനുണ്ട്. അത് കുറേയും കൂടി സാമൂഹ്യമായിട്ടുള്ള തരത്തിലും കൂടിയിട്ടാണ്. രണ്ടും രണ്ട് തരത്തിലുള്ള സമീപനമാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സരസ്വതിയമ്മ ഒറ്റയാൾ പോരാളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിൻ്റേതായിട്ടുള്ള സംഘർഷങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഒഴിവാക്കലുകൾ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് മരണാനന്തരവും. സത്യത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. ഞാനിപ്പോൾ ഒരു വലിയ നോവൽ എഴുതി തീർത്തു. അത് പബ്ലിഷർക്ക് അയച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന നോവൽ. അതിൽ ഈ ചരിത്രത്തിൽ നിന്നുള്ള ചില സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു അത്ഭുതമായി സസ്പെൻസായിട്ട് അവിടെ ഇരിക്കട്ടെ. പല സ്ത്രീ കഥാപാത്രങ്ങളിൽ കാണാൻ പറ്റും. പിന്നെ പർട്ടിക്കുലറായിട്ട് എനിക്ക് ഇനി ഒരാഗ്രഹമുള്ളത്, ഞാൻ കുറേ നാളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമുള്ളത്, സരസ്വതിയമ്മയുടെ ജീവിതവും അതുപോലെ കഥാപാത്രങ്ങളും എടുത്തിട്ട് ഒരു നാടകം എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരേ ഒരു നാടകം എഴുതാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. അത് ഈ ഒരു പ്രമേയം വെച്ചിട്ടായിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്.